ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈസിയായി തന്തൂരി ചിക്കൻ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് ആവശ്യമായത് വറ്റൽമുളക്, കുറച്ച് വറ്റൽമുളക് ഒരു 5-8 പീസ്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു ലൈമോൺ, അതുപോലെ പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 2-3 എനിക്കതെല്ലാം കൂടുതൽ എരിവാണ് ഇഷ്ടം. അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം, അതുപോലെ തന്നെ നാടൻ കറിവേപ്പില, അതുപോലെ മല്ലിയില, മല്ലിച്ചപ്പ് നാട്ടിലൊക്കെ കിട്ടും. എല്ലാവരുടെ വീട്ടിലുണ്ട് സാധാരണ. എൻ്റെ വീട്ടിൽ ഞാൻ കുഴിച്ചിട്ടതാണ്, അതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മുടെ കോഴിയെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വരയിട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് മസാല തേക്കുന്ന സമയത്ത് മസാല പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നല്ലവണ്ണം വരട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അരച്ച് എടുക്കുക. അതുപോലെ തന്നെ വറ്റൽമുളക് കുതിർത്തിയതിന് ശേഷം അതും കൂടെ നമുക്ക് ജാറിൽ വെച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കുക. ആ പേസ്റ്റ് നല്ല പേസ്റ്റ് ആവണം കേട്ടോ, എന്നാലും നമുക്കൊരു നല്ല രീതിയിൽ മസാല പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി, പച്ചമുളക് എല്ലാം അരച്ചതും അതുപോലെ തന്നെ വറ്റൽമുളക് അരച്ചതും അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. അതിനുശേഷം ലേശം നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മതി. അതിനുശേഷം ലേശം പാകത്തിന് ഉപ്പ്, നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് മതി കേട്ടോ. ഉപ്പ് പറഞ്ഞാൽ നല്ല ശ്രദ്ധിക്കണം നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ലൈമോൺ പിഞ്ഞ് കൊടുക്കുക. ലൈമോണ് ഞാനൊരു ഫുള്ള് ലൈമോൺ എടുത്തു കേട്ടോ, കാരണം അത്. പിന്നെ അതിന് ശേഷം ലേശം മോര്, ഞാൻ തൈര് ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ലേശം മോരുണ്ടായിരുന്നു, അതാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് നല്ലവണ്ണം മിക്സ് ആയിക്കോട്ടെ. എന്നിട്ട് ലേശം ഞാൻ കുരുമുളക് പൊടി പൊടിച്ചിട്ടുണ്ടായിരുന്നു, അത് ലേശം ചേർത്ത് കൊടുത്തേ. എന്നിട്ട് നല്ല രീതിയിൽ ഈ കോഴിയുടെ മുകളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നല്ല രീതിയിൽ നല്ല വരഞ്ഞ് വെച്ച കോഴിയാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാ സൈഡിലും നമുക്ക് മസാല പിടിക്കും. അവിടെ തന്നെ നല്ല രീതിയിൽ അത് നമുക്ക് വരഞ്ഞു വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മസാല പിടിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മസാല പിടിപ്പിക്കാൻ വേണ്ടി നല്ലവണ്ണം തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ, നല്ല അകത്തും പുറത്തും നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കുക. ശരിക്കും ഇങ്ങോട്ട് മസാല എല്ലാ സൈഡിലും നമുക്കൊന്ന് മസാല നല്ലവണ്ണം തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം മസാല ഒക്കെ പിടിച്ചു. ഇതാ പൊഞ്ഞ് പുറം ഭാഗമുള്ളൂ, ബാക്കിയും കൂടി ഏകദേശമൊക്കെ മസാല പിടിച്ചു കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഇത് മസാല പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പുറത്തൊക്കെ ആയി, നല്ല രീതിയിൽ മസാല നല്ല തേച്ച് പിടിപ്പിച്ചു, നല്ല രീതിയിൽ മസാല ആയി. ഇനി നമുക്കിത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല ക്ലിയറാണ്. ഇനി നമുക്കിത് എന്ത് ചെയ്യാന്നാൽ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷമാണ് നമുക്കിത് ഗ്രില്ല് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ ഫാം ചെയ്തെടുക്കാം. അതിന് ചെറിയ തോതിൽ ലൈറ്റായിട്ട് തീയാണ് വേണ്ടത്. കൂടുതൽ തീ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലാണ് കൂടുതൽ വേണ്ടത്. ഉള്ളു വെന്ത് ഇങ്ങനെ ശരിയായി വരണം. ഓക്കെ, ഇപ്പോൾ കോഴി ഇങ്ങനെ ചൂടായി, ഇങ്ങനെ ഉള്ളൊക്കെ ഇങ്ങനെ വെന്ത് ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ അതിൻ്റെ നീര് ഒക്കെ ഇങ്ങനെ ആ തീയിലോട്ട് ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കൊന്നും ഇങ്ങനെ കറക്കി കൊടുത്താൽ എന്താണോ, നമ്മൾ എല്ലാ ഭാഗത്തും തീ എത്തണം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോകും. അത് അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ, ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മളിങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ച് എല്ലാ ഭാഗമൊക്കെ വെന്ത് നല്ല രീതിയിൽ നല്ല ചുവന്ന് തുടുത്ത് നിൽക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഒരു സവാള കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഒരു ലൈമൂണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതുകൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മസാലയാണ്. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിൻ്റെ മുന്നേ എല്ലാം ഒന്ന് ഉള്ളി അതുപോലെ ലൈമൂണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ കരുതുന്നു. ബെല്ലൈക്കൺ ഒന്ന് മറത്തുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും